വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പെട്ടെന്ന് വെൽക്കം ടു ബ്ലാക്കീസ് വ്ലോഗ്. ഇന്ന് ബ്ലാക്കീസ് വ്ലോഗ് അല്ല, ഇവളുടെ വ്ലോഗാണ്. ഇവളുടെ ബ്ലോഗിൽ ഞാൻ വ്ലോഗിൽ ഞാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോവാണ്. അതെ, ശരിക്കും പറഞ്ഞാലില്ലേ, ഞങ്ങള് സ്ക്രീനിൽ മാത്രമല്ല കേട്ടോ, അമ്മയും പോകുന്നല്ല, ഞങ്ങളല്ലാത്ത സമയത്തും കിട്ടുന്ന സമയത്തൊക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഞാൻ പോവാണെങ്കിൽ ഞാൻ ഇവരെ വിളിക്കും, ഇവര് പോവാണെങ്കിൽ ഇവരെ എന്നെ വിളിക്കും. ഞങ്ങൾ സിനിമയ്ക്ക് പോകും, അങ്ങനെ ഒരുമിച്ച് നമ്മൾ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട്. മുംബൈ പോയി അന്ന് പോയി. ഇവിടെ ഒരാളുണ്ട് സിനിമ കാണുമ്പോൾ, അമ്മയും അച്ഛനും ഒക്കെ വേറെ സിനിമ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ലെവലിലുള്ള യങ്സ്റ്റേഴ്സിന്റെ ലെവലിലുള്ള സിനിമ കാണും. അപ്പോ ഞങ്ങൾ ഇന്ന് പറയടി നിന്റെ വ്ലോഗ്, ഞാൻ എന്തിനാ പറയില്ല, ഞാൻ പറയില്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ട്രെയിൻ കയറിയിട്ട് എവിടെ പോണേന്ന് ഞങ്ങൾ ഇപ്പോഴും പറയില്ല. അവിടെ എത്തിയിട്ട് പറയാം. മുത്തിൻ്റെ ഒരു വലിയ വിശേഷമുണ്ട്. ഓക്കെ, പിന്നെ നീ അതൊന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലേ. ഞങ്ങൾക്ക് കർമ്മത്തിന് സൗകര്യമില്ല, മുത്തിനെ എന്താ ഒഴിവാക്കിയെന്നാണ് ഇന്നലെ ഒരു വീഡിയോ ചോദിക്കണേ. എവിടെ പോയ എന്തുവാ അല്ല, അകത്ത് കയറി. ആ, ട്രെയിൻ വന്നു. ഓ, ആ ട്രെയിനിലാണ്. സ്മിതാമ്മേ, ഇത് തന്നെയല്ലേ? യെസ്, അങ്ങനെ ട്രെയിനിൽ കയറി. എത്തിയില്ല, കേറി. ട്രെയിനിൽ കയറി. നൊസ്റ്റാൾജി വരും. നമ്മള് മുംബൈയിൽ ഇതുപോലെ പോയത്. ഞാനും മഞ്ജുമ്മ അമ്മയും ട്രിവാൻഡ്രത്ത് നിന്ന് കയറി, സിമാമ എറണാകുളത്ത് നിന്ന് കയറി. എന്ത് രസമായിരുന്നല്ലേ, നല്ല ട്രെയിനും. ഇപ്പോഴും ആ പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോ ഭയങ്കര. എന്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ടത്. മെയ് അതെ, നമുക്കിനി വേറെ സ്ഥലത്തോട്ട് പോവാം മുത്തേ. ഞാനൊരു കാര്യം, നമുക്ക് ഇവിടെ പോവാടി, തെങ്കാശി പോവാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുത്തേ, നിനക്ക് എപ്പോഴെങ്കിലും നിന്റെ പഴയ മുടി മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എല്ലാവരും ആദ്യം ഒന്നും മിസ് ചെയ്തില്ല, പക്ഷെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ വലിയ മുഖം അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോ ശരിയാണ്, എന്റെ മറ്റേ മുടിയായിരുന്നു എനിക്ക് ഭംഗിയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് മഞ്ജുമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേഷൻ തരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വലിയ മുഖം ചെറിയോടല്ല അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കറക്റ്റ് ഇതിനകത്തായിരിക്കുന്നത്. എനിക്ക് പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ അന്ന് വെട്ടിയതിനേക്കാളും കുറച്ചും കൂടി വളർന്നു. സത്യത്തിൽ നീ മുടി വെട്ടിയത് എന്തിനാ? മുടി വെട്ടിയത് ഒന്നാമത്തെ, എന്റെ മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മയൊക്കെയാണ് നോക്കുന്നത്. ഡാൻഡ്രഫ്, മുടി പൊഴിയും. അപ്പൊ പിന്നെ ഹോസ്റ്റലിൽ പോകുമ്പോ എന്തായാലും ഞാൻ തന്നെ നോക്കാതിരുന്ന് ഇത് ഫുൾ പൊഴിഞ്ഞു പോയി. അതിനെക്കാട്ടി മുടി വെട്ടുമ്പോ ആവുമ്പോ എനിക്ക് അധികം നോക്കണ്ടല്ലോ, അധികം കെയർ എടുക്കണ്ടല്ലോ. അങ്ങനെ വെട്ടിയതാ. വെട്ടി കുറച്ചൊന്ന് കേറിപ്പോയി, ഐ അഡ്മിറ്റ്. അതിനെന്റെ ദൈവമേ, എന്നോട് ഒരു ഫ്രണ്ടല്ല, ഇതേപോലെ എല്ലായിടത്തും വിളിക്കുന്ന, പഠിക്കാൻ പോയപ്പോൾ കുറച്ച് മാറിപ്പോയിട്ടുണ്ടാവും അല്ലേ, ഇച്ചിരി ഫാഷൻ്റെ ഒക്കെ ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും മുടി അങ്ങനെ അങ്ങ് വെട്ടിക്കളഞ്ഞത് എന്ന് പറയുന്നവരുണ്ട്. എന്നോട് പറഞ്ഞു. അപ്പോൾ പേഴ്സണലി അങ്ങനെ പറയുന്നവരും ഉണ്ടാവുമായിരിക്കും. ശരിക്കും നീ മാറിയോ മുത്തേ? ഇല്ല, 1% പോലും ഞാൻ മാറിയില്ല. എന്റെ ഹൃദയം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോയത്. മുടി വെട്ടിക്കഴിഞ്ഞപ്പോ അഹങ്കാരിയാന്ന് ആരെങ്കിലും പറഞ്ഞു? ചേട്ടൻ വഴക്ക് പറയുന്നത്. ഞങ്ങളെല്ലാരും കൂടെ ഇടം വരെ
ആരും വന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വീടും കൂടില്ലാതെ അവരെ കൂടെ കൊണ്ടുപോണ്ടേ സഹോദരന്റെ ഭാര്യ. അടുത്ത പ്രാവശ്യം ആവട്ടെ കൊണ്ടുവരാം. എല്ലാരും കൊണ്ടുപോണ്ടേ വരുമ്പോൾ. ലില്ലിയുടെ ആളാണല്ലേ? അങ്ങനെയല്ല, എല്ലാരും ആ ഫാമിലി മൊത്തം വരണ്ടേ, എന്നാലേ കാണാൻ ഒരു അതുപോലെ ഇരിക്കും ആ ഫാമിലി. നല്ല ഫാമിലിയില്ല, ഒരുമിച്ച് ഇറങ്ങണം നിങ്ങൾ. എവിടെ പോയാലും ഒരുമിച്ച് ഇറങ്ങണം. നിങ്ങൾ ഒറിജിനൽ ഫാമിലിയാണ്. ഇത് ആക്ട് ചെയ്യണതല്ലേ, ഒറിജിനൽ ഫാമിലി. ഒരുമിച്ച് അങ്ങ് നടക്കണം. സൂപ്പറാണ്, സൂപ്പർ. സമയം കിട്ടുമ്പോൾ നമ്മളിൽ കാണുന്നുണ്ട്. ഏതെങ്കിലും എപ്പിസോഡ് ഇട്ട് കാണും. ഭയങ്കര ഭയങ്കര എല്ലാവരും കൊള്ളാം. താങ്ക് യു. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലേ ആ ചേട്ടൻ. പിന്നെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ കമൻസുകളിലാണെങ്കിലും അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കുന്നവരാണെങ്കിലും ഒക്കെ മുടി വെട്ടിയതിനെ കുറിച്ച് പല പല അഭിപ്രായങ്ങൾ പറയുമല്ലോ. അതിൽ നിനക്ക് തോന്നിയിട്ട് നീ കേട്ടിട്ടുള്ള കുറച്ച് അയ്യോ ഉഫ് ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് തോന്നൂലേ നമുക്ക്? എന്ത് ചൂല പോലുള്ളൊരു മുടിയും അതൊന്ന്. പിന്നെന്തായിരുന്നു ആ മുത്തിന്റെ ക്യാരക്ടറിനെ കോളവാക്കി മുടി വെട്ടി. ആകെ കുറച്ച് സൗന്ദര്യം ഉണ്ടായിരുന്ന മുടി വെട്ടി ഇപ്പൊ പോയി. ഇപ്പൊ അതിനെ കാണാൻ തോന്നുന്നില്ല. ഇഷ്ടംപോലെ ഏതോ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് വെട്ടി കുളമായത്. ആ ഏതോ ഒരു മറ്റേ പ്രേമലുവിനെ മൊബിതയെ കണ്ടിട്ട് അങ്ങനെ ആവാൻ നോക്കിയതാ. വെട്ടി ചീറ്റി പോയതാ. ഞാൻ മിസ് ചെയ്യുന്ന കാര്യങ്ങള്, ഞാനിങ്ങനെ ടുവേർഡ്സ് ദ എൻഡ് ആണല്ലോ ഷെഡ്യൂളും. ഒരു 30 ആകുമ്പോ 20 ആകുമ്പോഴത്തേക്കും നെഞ്ചിന്ന് ഓട്ടോമാറ്റിക്കലി ഒരു ഇങ്ങനെ ആവും. ഞാൻ ഇങ്ങനെ ആയിരിക്കോ. അപ്പൊ ഇപ്പം ഉച്ചയൊക്കെ ആകുമ്പോ മഞ്ജുവും ഇപ്പൊ കിടക്കിയിരിക്കും, സിനിമ കാണായിരിക്കും, മാമി ഉറങ്ങിയിരിക്കും. ഇതൊക്കെ ആലോചിക്കുമ്പം ഇങ്ങനെ എന്തോ ഒരു ഇത്. പിന്നെ വീട്ടിൽ വരുമ്പോഴാണ്, പിന്നെ ആരെങ്കിലും അലയൻസിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ 100 നാവാ എനിക്ക്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഇപ്പൊ ഇല്ലേ അതില്? ഞാൻ ഇപ്പൊ ഉണ്ട്, വരും. പിന്നെ പുതിയ കൊച്ചു വന്നിട്ട് ഞാൻ വന്നില്ല. പിന്നെ എപ്പിസോഡ് കാണുമ്പോ കൊറേ എപ്പിസോഡിൽ ഞാനേ ഇല്ല. പിന്നെ വെച്ച് ദൈവമീനെ എല്ലാവരും നടക്കത്തില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. അതുണ്ട്. ഞാൻ വരുമ്പോഴൊക്കെ ഞാൻ മഞ്ജുമ്മ വിളിക്കും. ഉച്ചയ്ക്കായാലും മഞ്ജുമ്മ വിളിക്കില്ലേ നമ്മള് സീനില്. അതുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ മഞ്ജുമ്മ ഇപ്പം ഏതെങ്കിലും സിനിമ, പ്രത്യേകിച്ച് ഹൊറർ മൂവീസ് ഒക്കെ ഇറങ്ങുവാണെങ്കിൽ, എനിക്കിപ്പോ 18 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പൊ ഞാനും മഞ്ജുമ്മയും കൂടെ ഒരു സിനിമ കാണാൻ പോവും. പിന്നെ ഈ അല്ലാത്ത ഫിക്ഷൻ മൂവീസും ഒക്കെ ഞാനും മഞ്ജുമ്മയും കൂടെ പോയി ഇതുപോലെ എവിടെയെങ്കിലും പോവും, മീറ്റ് ചെയ്യും. അതൊന്നും പെട്ടെന്ന് എല്ലാം ഒരു സഡൻ ബ്രേക്ക് കിട്ടും, വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് പോയി. അപ്പൊ ഇനി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ. ഇന്നലെ ഞാൻ ഷൂട്ടിന് വന്നപ്പോഴും ഞാൻ ഇങ്ങനെ മഞ്ജുമ്മ എനിക്ക് അറിഞ്ഞുകൂടാ പഠിത്തമൊക്കെ വെക്കാൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്താലും അമ്മ എപ്പോഴും പറയും, നീ എന്ത് ചെയ്താൽ നിനക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ മഞ്ജുമ്മ. കാര്യം എന്ത് ബോറായാലും കൊള്ളത്തില്ലെങ്കിലും ഒക്കെ സപ്പോർട്ട്. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആയിരുന്നു. പക്ഷെ മഞ്ജുമ്മ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ ഒരു മോശം കാര്യം. ഞാൻ എൻ്റെ ചെറുതിലെ ഇത്രയും പഠിക്കൊന്നുമില്ലായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തോ അതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം എനിക്കതിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നല്ല ഉത്ബോധമുള്ള ഒരാളാണ് കുഞ്ഞ്. അപ്പം എനിക്കങ്ങനെ നീ ഒരു ചീത്ത വഴിക്ക് പോവില്ല എന്നുള്ളത് എനിക്ക് ഡ്രസ് ഇടുമ്പോ അമ്മ പറയും, ഇതൊന്നും ഇടല്ലേ. ലൊക്കേഷൻ ഞാൻ മഞ്ജുമ്മ വെച്ച് നോക്കിയാ മഞ്ജുമ്മ പറഞ്ഞ അമ്മയ്ക്ക് ഓക്കെയാണ്. ഞാൻ സത്യമായിട്ടും പറയും മഞ്ജുമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടും നോക്കിയോ. വരുമ്പോ കറക്റ്റ് മഞ്ജുമ്മ എന്ത് വലിയ ഡ്രസ്സ്. അപ്പൊ ഞാൻ അമ്മയെ നോക്കും, ഇങ്ങനെ ഇരിക്കുന്നു കറക്റ്റ് എപ്പോഴും ഇത്. അതാണ് ഞാൻ ഇപ്പൊ ലൊക്കേഷനിൽ പുതിയ ഡ്രസ്സ് മേടിച്ചു. ഞാൻ ഇങ്ങനെ അമ്മ ഏടായിട്ട് മഞ്ജുമ്മ കാണിക്കും അപ്പൊ മഞ്ജുമ്മ കാണിക്കുമ്പോ മഞ്ജുമ്മ അടിപൊളി എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ് എന്തുവായാലും. ഇപ്പൊ ഒരു എഴുതട്ടെ, ഞാൻ എഴുതും. എഴുതി ഉടനെ ആദ്യം മഞ്ജുമ്മയെ കാണിക്കും, പിന്നെ രാഷ്മയെ കാണിക്കും, മാമ എല്ലാവരെയും കാണിക്കും. രാഷ്മയെ കാണിച്ചിട്ടുള്ളൊരു കഥ. ഇവക്ക് എഴുത്തിന്റെ ഒരു അസ്കിതയുണ്ട്. സത്യം പറയാലോ, എനിക്ക് വായിച്ച ഒന്നും മനസ്സിലാവാറില്ല. അതാണ് ടു ബി ഫ്രാങ്ക്. എന്നാൽ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേയൊക്കെ മനസ്സിലാവും കേട്ടോ. ജീവിതത്തിന്റെ തത്വചിന്തകളെ കുറിച്ചുള്ള പോയംസ് ഒക്കെയാണ്. ഒരു ദിവസം വലിയ കാര്യത്തിന് ഒരു പോയം എഴുതിക്കൊണ്ട് വന്നിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. ഭയങ്കര അഭിമാനത്തിലാണ് പറയുന്നത്. ഞാനൊരു പോയം എഴുതി വായിക്കട്ടെ, ഞാൻ വായിക്കണം. അപ്പൊ എല്ലാവരും ഉണ്ട്. ആദ്യം മഞ്ജുമ്മയെ കാണിച്ചിട്ട് അപ്പൊ ഞാൻ വായിച്ച് കൊള്ളാന്ന് പറഞ്ഞു. അടിപൊളിയായിട്ടുണ്ട് മൊത്തം. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അതായത് ഇത്രയും ഒരു ഉൾവിളിയൊക്കെ ഉള്ള പിള്ളേര് അങ്ങനെ ഈ ജനറേഷനിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള എനിക്കൊരു ധാരണയില്ല. ഞാനോർത്ത് ഇവിടെ ഇങ്ങനെ കോപ്പി അടിച്ചതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ല കവിതയായിരുന്നു, നന്നായിട്ട് എഴുതി.
ഞാൻ മഞ്ജുമ്മയെ കാണിച്ചത് മഞ്ജുമ്മ കൊള്ളാന്ന് പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ്. പിന്നെ എല്ലാവരെയും കാണിക്കാമല്ലോ. നമ്മള് അത് കഴിഞ്ഞ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ഇരുന്നാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഞാനുണ്ട്, ലില്ലിയുണ്ട്, കനകനുണ്ട്, രാജേഷ് തലച്ചിറ, രാജ്മായിക്ക് ഫേവറേറ്റ് ആണ്. എന്നെക്കാളും ഇഷ്ടം രാജ് സാറിനെയാണ്. അവർ കുറേ കൂടി മുമ്പ് പരിചയമുള്ളവർ. അപ്പോൾ ഇവിടെ വേഗം തന്നെ എഴുതിയ കവിതയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിലിങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു കവിത എഴുതി എന്ന് പറഞ്ഞേ. അപ്പൊ രാജേഷും സ്ഥായിയായിട്ടുള്ള ഭാവം ഇതാ, വായിക്കട്ടെ. അപ്പം അനീഷേനും പറഞ്ഞാൽ വായിക്കേ എന്ന് പറഞ്ഞു. ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഭാവ പൂർണ്ണമായിട്ട് വായിച്ചോണ്ടിരിക്കുക. ഞാൻ വീണ്ടും കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞ് പ്രോത്സാഹനത്തിന് അസുഖം ഞാനിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രാജേഷ് പനിഷേട്ടാ മറ്റേ അതിന്റെ ഡേറ്റ് അത് ആ കഥ എങ്ങനെ അങ്ങനെ വരും. അപ്പൊ അനീഷേട്ടൻ അവിടെ നിന്ന് വേറെ ഡിസ്കഷനാണ് ആണല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ തൊട്ടിപ്പുറത്തിരിക്കും. അപ്പൊ എനിക്ക് ഇത് ഇൻസൾട്ടഡ് ആവും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചിരിച്ചോണ്ട് നോക്കിയപ്പോൾ മുത്ത് വേഗം തന്നെ വായനയൊക്കെ നിർത്തി ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണമെന്നറിയില്ല, ഭൂമിയിലോട്ട് താന്നു പോയായിരുന്നെങ്കിൽ നല്ലതാന്ന് പറഞ്ഞാണ് മുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ മുത്ത് നോക്കി, സാധനം ഞാൻ നിങ്ങൾ എന്ത് പണി കാണിച്ചിട്ട് കൊച്ചൊരു കവിത വായിക്കല്ലേ. അത് കേട്ടോണ്ടിരുന്നപ്പോ അത് വായിക്ക് കവിത ഇത് അങ്ങനെ എന്താ പറഞ്ഞേ മുത്താവടം നമ്മോട് അതായത് ഇൻസൾട്ടിങ്ങിന്റെ അങ്ങനെ അറ്റം അതെനിക്ക് ഫീൽ ചെയ്യും. എനിക്കും ഞാനും ആണെങ്കിലും തകർന്നു പോകട്ടാ. ഇവള് കരഞ്ഞു പോയിക്കോട്ടെ. അതും കഴിഞ്ഞ് കുറെ കഴിയുമ്പോ മുത്ത് വീണ്ടും കസേരയുടെ അവിടെ വന്നത്. രാശേ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് രാശേ, അവളോട് പറ ഒരു സോറി പറ. പിന്നെ ഇവളൊക്കെ എന്തിനു സോറി? അത്ര അഹങ്കാരമാണെങ്കിൽ ഇങ്ങോട്ട് പോട്ടെ, ഞാൻ എന്ത് ചെയ്യാനതിന് സോറി പറയുന്നു. പിന്നെ ഇവരെങ്ങനെ കോംപ്രമൈസ് ആയി എനിക്കറിയില്ല. വീണ്ടും മുത്തിന്റെ ഒറ്റടി സോറി, ഞാൻ സോറി പറയണം. അത്ര അഹങ്കാരമുള്ളവരൊക്കെ അങ്ങ് പോട്ടെ. എന്നിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഒരുപാട്. അതുകൊണ്ട് മുത്ത എവിടെ ചെന്നാലും ജീവിക്കും. കാരണം പരിഹാസത്തിന്റെയും അധപതനത്തിന്റെയും നാൾ വഴികൾ പിന്നിട്ട കുട്ടിയാണ്. പക്ഷെ പിന്നെ രാഷ്മ പിന്നെ വന്നിരുന്നപ്പോ രാഷ്മ ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഒന്നുകൂടെ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അന്നത്തെ ദിവസം മൊത്തം എനിക്ക് ഭയങ്കര അനിഷാമ വന്ന് പറഞ്ഞു ഇങ്ങനെ വേറെ മൈൻഡിൽ ഇരുന്നോണ്ടാ നീ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സ്നേഹമുള്ളവർ എന്നെ ചെറുതായി ഇപ്പൊ മഞ്ജുമ്മ എന്നെ ചെറുതായിട്ടൊന്ന് ഡിഫറെന്റ് ടോണിൽ സംസാരിച്ച പറയാറില്ല, പക്ഷെ സംസാരിച്ച തകർന്നു പോകും. ഞാൻ ഇങ്ങനെ അത് ആലോചിച്ചുകൊണ്ടിരിക്കുക അന്നത്തെ ദിവസം മൊത്തം. അപ്പം അന്നത്തെ എപ്പിസോഡ് മൊത്തം ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. സീനിൽ ഞാൻ ഇങ്ങനെ ക്ലീറ്റോന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. അപ്പൊ ഞാൻ ഇങ്ങനെ കരഞ്ഞ് അന്നത്തെ ദിവസം മൊത്തം കരച്ചില്ല. ഇങ്ങനെ നിൽക്കുക. അപ്പൊ രാഷ്മ അവിടെ ഇരിക്കുവാണ്, ഇങ്ങനെ ഷോർട്ട് ട്രിപ്പ് പോകണം. അപ്പൊ രാഷ്മ എന്നെ നോക്കി, എന്ത് ഇത്ര വിഷമിച്ചിരിക്കുന്നത് അങ്ങനെ എന്തോ ചോദിച്ചു. പിന്നെ ഞാൻ അടുത്ത് വന്നിരുന്ന് ഞാൻ പറഞ്ഞു രാഷ്മ എനിക്കത് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു. വൈകിട്ട് രാഷ്മ പറഞ്ഞു മൊത്തം അത് എനിക്ക് BP അന്ന് എന്തോ BP കൂടി, പിന്നെ ഭയങ്കര ഹെൽത്ത് വൈസ് ഒട്ടും ഓക്കെ അല്ല രാഷ്മ. പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ അന്നായിരുന്നു വന്നത്. BP എന്തോ കൂടി, ഷുഗർ കൂടുതലാ, അപ്പം ഹെൽത്ത് വൈസും മെന്റലി ഒരു തലവേദനയൊക്കെ ഉണ്ട്. അപ്പൊ ആകപ്പാട് അതിന്റെ ടെൻഷനിലായിരുന്നു രാഷ്മ. അപ്പൊ രാഷ്മ പറഞ്ഞു ഞാൻ ഇത്രയൊക്കെ കൊണ്ടാണ് അങ്ങനെ ഇരുന്നത്, അല്ലാതെ ഇങ്ങനെ അല്ല ഞാൻ. എന്നിട്ട് രാഷ്മ എൻ്റെ അടുത്ത് സോറി പറഞ്ഞു. രാഷ്മ ഇങ്ങനെ പറഞ്ഞ് സോറി പറഞ്ഞപ്പോ എനിക്കൊരു കുറ്റബോധം തോന്നി. എന്നിട്ട് പറഞ്ഞു നീ ഇങ്ങനെ കരയുന്നോണ്ട് എനിക്കത് വീണ്ടും വിഷമം കൂടി എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോ വീണ്ടും കുറ്റബോധം തോന്നി. ഞാനും പിന്നെ സോറി പറഞ്ഞ് പിന്നെ സംസാരിച്ച് സെറ്റ്. മഞ്ജുമ്മയല്ല നമുക്ക് എല്ലാവർക്കും മഞ്ജുമ്മയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ബെറീസ് നമുക്ക് കഴിക്കാം. എനിക്ക് ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബ്ലൂബെറി ആണോ? ഇല്ലേ ബ്ലൂബെറി കഴിക്കാത്തവർക്ക് ഇതിന്റെ രുചി പറഞ്ഞോളൂ. കേട്ടെ ജ്യൂസ് മുന്തിരി ഉണ്ടല്ലോ. അല്ല സ്ട്രോബെറി മുന്തിരിയുടെയും കൂടെ ഒരു മിക്സ് അല്ലേ ബ്ലൂബെറി? പക്ഷെ മറ്റേ കറുത്ത മുന്തിരി ജ്യൂസ് അടിക്കണം അതിന്റെ ഒരു ഫ്ലേവർ. പക്ഷെ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. ബ്ലൂബെറി ആദ്യമായിട്ട് കഴിക്കണം. ഇതൊക്കെ ഞങ്ങൾ സിനിമ നടന്മാരും കഴിക്കുന്നത്. നീ എവിടെയാ സിനിമ നടി? നീ ഇവിടെ സിനിമയിൽ സത്യം
നമ്മള് കില്ല് സിനിമ കണ്ടിട്ട് ട്രെയിനിൽ കയറുമ്പോ ഒരു ആദ്യം അല്ലേ മഞ്ജുമ്മ? ഈ ട്രെയിൻ പോണതാണ് അല്ല അല്ല നീങ്ങുന്നത്. അല്ല അല്ല അത് ഞാനും അതാ ആലോചിച്ചേ. പാവപ്പെട്ട മനുഷ്യനെ ഓട്ടിച്ചിട്ട് കൂട്ടി അടിച്ചു പോകാം. ട്രെയിൻ മൂവി ശീതീകരിച്ച വിശ്രമ മുറി. അന്നേരം ഒരു കോമഡി പറയായിരുന്നു ബുക്ക് പറഞ്ഞത്. ഇവിടെയാണ് എസി ട്രെയിൻ. ഓ അത് ചളി 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 പോകി വന്ന് നിക്കുള്ളൂ. ഓ കട്ട് ചെയ്യാൻ പാടില്ല. ഇല്ല ഇത് കട്ട് ചെയ്യാൻ പാടില്ല. അമ്മേടെ ചളി എന്തായാലും ഇടും. പുതിയ അറിവായോണ്ട് അമ്മയുടെ ചളിയല്ലല്ലോ, നിന്റെ നിന്റെ കളിയല്ലേ. അത് എന്റെ ഒരു അറിവില്ലായ്മയല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. നല്ല സ്കേർട്ട്. എവിടെ? സ്കേർട്ട് അല്ലേ? അല്ല അതൊരു ടോപ്പാ. നൈസ്. ഫോട്ടോ എടുത്തില്ലേ? എനിക്ക് മുത്തിനെ മിസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാന്ന് പറയുന്നത്, ആ പറ 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 പറ. ഒന്ന് ഫോണിലുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ ഈ ഫോണിൻ്റെ പഴയ ഫോണാണ്. ഇതിൻ്റെ പായ്ക്ക് ഇതിൻ്റെ ഈ ഭാഗം വരെ പൊട്ടിയിരിക്കും, ഇങ്ങനെ ഒടിഞ്ഞിരിക്കുവാണ്. ഇതിനകത്താണ് എൻ്റെ ഫോൺ പേയും ജിപേയും എല്ലാം ഉള്ളത്. പക്ഷേ ഇത് ഈ പുതിയ ഫോണിലേക്ക് മാറ്റാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതെല്ലാം എനിക്ക് ചെയ്തുകൊണ്ട് തന്നിരുന്നത് മുത്താണ്. ഞാൻ ഒന്നും പഠിപ്പിച്ചു കൊടുക്കുകയില്ല. ഒന്നും കാണിച്ചു തരില്ല, ഇവിടെ എല്ലാം സ്വന്തമായിട്ട് അങ്ങ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് അത് ഡിക്ലൈൻ ചെയ്യണോ റിസീവ് ചെയ്യണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. ദൈവമേ മുത്ത് വരണം നോക്കിയിരിക്കും ഞാൻ. രണ്ട് മിസ് ചെയ്യുന്നത് സിനിമ. അതിപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോഴാണെങ്കിലും അതേ, ഫോണിൽ സിനിമ. സാധാരണ ഞങ്ങൾ ഉച്ചയാകുമ്പോൾ ഒരു പായ വിരിച്ച് ഞാനും മുത്തും കൂടെ ഇരുന്ന് രണ്ട് ഹെഡ്ഫോണിൽ ഒരു ഇയർബഡ് ഞാനും വയ്ക്കും, ഒരെണ്ണം അവളും വയ്ക്കും. ഞങ്ങളിരുന്ന് ഇങ്ങനെ സിനിമ കാണും. സിനിമ കണ്ടിട്ട് ഞാൻ ഉറങ്ങും, അവൾ ആ സിനിമ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ പിന്നെ അത് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ സിനിമകളെ കുറിച്ച് വലിയ ചർച്ചകൾ അഭിനയിക്കുന്നത് അവര് ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. രണ്ട്, പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് ലോ ആയിട്ടിരിക്കും. നമ്മൾ എന്തൊക്കെ ചെയ്താലും പട്ടിത്താറ്റും പരിഹാസമാണെന്ന് പറയില്ലേ, അങ്ങനത്തെ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പം ഞാൻ മുത്തുണ്ടായിരുന്നെങ്കിൽ അമ്മ സൂപ്പറാണെന്നൊക്കെ ഒരു 4 പ്രാവശ്യം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊന്ന് ഓക്കെ ആവണതാ. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ആരും ഇല്ലാണ്ടായിപ്പോയി. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ അലിയൻസിൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അലിയൻസിൽ നമ്മൾ രാവിലെ ഒരു 8:45 ആകുമ്പോൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരാദ്യമേ വരും. ഇവരാദ്യമേ വന്ന് അവിടെ ഇരിക്കും. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ സർവാഭരണ വിഭൂഷിതയായിട്ട് ഓരോ ദിവസം ഓരോ സാരി കൊടുത്തിട്ട് വന്ന് പലതരത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഞങ്ങൾ പുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ സ്മിതാമ്മ അങ്ങനെ സാരിയൊക്കെ മടക്കി കൊടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഞങ്ങളൊന്ന് വാവ് ഇത് ഇന്ന് മുത്താണോ ഇത്. അപ്പോൾ ആ ഒരു കാഴ്ച ഭയങ്കര രസമായിരുന്നു. അത് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ മുത്ത് അമ്മ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൽ കൂടിയൊക്കെ നടക്കും. അപ്പം ലൊക്കേഷനിൽ വരുമ്പോൾ മുത്തിനേക്കാൾ കൂടുതൽ മിസ് ചെയ്യുന്നത്, ആദ്യത്തെ കാഴ്ച മിസ് ചെയ്യുന്നത് ഒരു ഇച്ചിരി സമയം കിട്ടിയാൽ തല ഇങ്ങനെ സുധാമയുടെ മടിയിലോട്ട് വെച്ച് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കുത്തി ഇരിക്കും. ഇപ്പൊ അതൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ആളില്ല. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഇപ്പോഴും അമ്മ വരുന്നുണ്ട്. അമ്മ ഇടക്കാലത്ത് വരാനൊക്കെ മടിയാ. ഞാൻ പറയും ഇടയ്ക്ക് വായിച്ച് അവിടെ വന്നിരിക്കാന്നൊക്കെ പറഞ്ഞാലും തള്ളച്ചു. ഓക്കെ, അത്രേ ഇതിനെ പറ്റി മിസ് ചെയ്യുന്നുള്ളൂ. ഇത്രയൊക്കെ പറയാൻ എനിക്ക് പറ്റും. ഹലോ,
എടി ഇവിടെയും സ്റ്റെയർ കേസ് കാണുന്നില്ലല്ലോ. ഇവിടെ ലിഫ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞേ. ലിഫ്റ്റ് അപ്പുറത്താണ്, ഇതിന്റെ ഓപ്പോസിറ്റ്. തിരിഞ്ഞു